മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് SLC പഠിക്കാനുള്ള ഏറ്റവും അവസാനത്തതും ഏറ്റവും സുന്ദരമായ ഒരു പാഠമാണ്, കവിതയാണ് സിലാബീൻതിയിൽ എടുക്കാം എന്ന് പറയുന്നത്. നെൽക്കതിർ പെറുക്കുന്ന പെൺകുട്ടികൾ എന്നാണ് ഈ കവിതയുടെ ഹെഡിങ്ങിന്റെ അർത്ഥം. നമുക്ക് ഈ പാഠം ഒന്ന് കൃത്യമായി ഒന്ന് പഠിച്ചതിന് ശേഷം ഏറ്റവും പ്രധാനമായി ഇതിൽ നിന്ന് ചോദിക്കുന്ന 4 മാർക്കിന്റെ എസ്സേയും കൂടിയാണ് സാറേ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ സിലാബീൻതിയിൽ എടുക്കാം കവിതയാണ് ഇത്. എഴുതിയിരിക്കുന്നത് ഏകാന്ത് ശ്രീവാസ്തവജിയാണ്. ഏകാന്ത് ശ്രീവാസ്തവജിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കാണാം, പക്ഷികൾ നെൽക്കതിരുമായി പറന്നു പോകുന്നു. സ്ത്രീകൾ നോക്കൂ, പാടത്ത് നെൽക്കതിരുകൾ കൊയ്തെടുത്ത് കാലിയായ പാടത്ത് അവശേഷിക്കുന്ന വീണു പോയിരിക്കുന്ന കൊഴിഞ്ഞു പോയിരിക്കുന്ന നെൽക്കതിരുകളെ പെറുക്കാൻ വന്നിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് കവിതയിലേക്ക് നമുക്ക് നോക്കാം. ദാൻ കട്ടായി കെ ബാദ്, അതായത് ദാൻ കട്ടായി കെ ബാദ് എന്ന് പറഞ്ഞാൽ പാടത്ത് ധാന്യങ്ങൾ കൊയ്തെടുത്തതിന് ശേഷം, ഖാലി ഖേത്തോമിയേം കാലിയായ വയലുകളിൽ, വേ രംഗീൻ ചിടിയോ കി തരക് അവർ വർണ്ണ മനോഹരമായ പക്ഷികളെ പോലെ, തരഹ് ഉദർത്തികെ വന്നിറങ്ങുന്നു. പക്ഷികൾ പാടത്ത് നെൽക്കതിർ പെറുക്കാൻ പല വർണ്ണങ്ങളിലുള്ള പക്ഷികൾ പറന്നിറങ്ങുന്ന പോലെ കാലിയായ പാടത്ത് അതായത് പാടം കൊയ്തതിനു ശേഷം കാലിയായ പാടത്തേക്ക് ഈ സ്ത്രീകൾ വന്നിറങ്ങുന്നു. സിലാബീനെ ചൂണ്ട് കി ചൂണ്ട്, പക്ഷികളെ പോലെ തന്നെ നെൽക്കതിർ പെറുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ചൂണ്ട് കി ചൂണ്ട്, കൂട്ടമായിട്ടാണ് ഇവർ വരുന്നത്. ഓക്കെ, और एक खेत से दूसरे खेत में, ഒരു പാടത്ത് നിന്ന് മറ്റൊരു പാടത്തേക്ക് ഉടുത്തി ഫിർത്തികെ അവരിങ്ങനെ കറങ്ങി തിരിയുന്നു. ഓരോ പാടത്തും ഒരു മണി നെൽക്കതിർ അവിടെ ഉണ്ടെങ്കിൽ അതിനെയും പെറുക്കി, ഒരു മണി നെല്ലുണ്ടെങ്കിൽ അതിനെയും പെറുക്കി, ചെറിയ കതിരുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം പെറുക്കി, പാടത്ത് ഒരു നെന്മണി പോലും ബാക്കിയാക്കാതെ അവർ പെറുക്കി അങ്ങനെ പോവുകയാണ്. ദുബരാജ് ഹോ, അങ്ങനെ ഒരു പാടത്ത് നിന്ന് പിന്നെ വേറൊരു പാടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ നെല്ലിന്റെ ഇനം മാറിയിട്ടായിരിക്കും കർഷകൻ കൃഷി ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദുബരാജ് ഹോ അതൊരു നെല്ല് ഇനത്തിന്റെ പേരാണ്. ദുബരാജ് ആവട്ടെ, വിഷ്ണുഭോഗ് എന്ന് പറഞ്ഞ ഇനമാവട്ടെ, യാ നാഗകേസർ എന്ന് പറയുന്ന ഇനമാവട്ടെ, അവരെല്ലാം അതിന്റെ രംഗ് കളറുകൾ കൊണ്ടും ഖുഷ്ബൂസെ അതിന്റെ ഗന്ധം കൊണ്ടും ഉനയും പകച്ചാനിലെത്തി അതിനെ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി അവർ വ്യത്യസ്ത പാത്രങ്ങളിലും വ്യത്യസ്ത കട്ടോരകളിലും ചെറിയ കിണ്ണങ്ങളിലും ചാക്കുകളിലേക്ക് മാറ്റി വെക്കുന്നു. ഒക്കെ സഞ്ചികളിലേക്ക് മാറ്റി വെക്കുന്നു. അപ്പോൾ വ്യത്യസ്ത പാടങ്ങളിലൂടെ അവർ വേറെ വേറെ പാടങ്ങളിൽ പോകുമ്പോൾ നെല്ലുകളുടെ ഇനം മാറുന്ന സമയത്ത് അത് ഏത് ഇനമാണ് എന്ന് അതിന്റെ കളർ കൊണ്ടും ഖുഷ്ബു സുഗന്ധം കൊണ്ടും പകച്ചാനിലെത്തി അവർ തിരിച്ചറിയുന്നു. എന്നിട്ട് മാറ്റി വെക്കുന്നു. കാരണം ഓരോ നെന്മണികൾക്കും ഓരോ വേവായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ചിലത് പെട്ടെന്ന് ചോറായി കിട്ടും, ചിലത് കുറെ ടൈം എടുക്കും. ദോപഹർ ബർ ഫൈലിയെത്തി ഹേ, ഉച്ചനേരം മുഴുവൻ, നല്ല ഉച്ച സമയത്ത് വെയിലുള്ള സമയത്ത് പോലും, പീലി ധൂപ്പമേ ഉൻകി ഹാസ് മഞ്ഞ പിടിച്ച് കിടക്കുന്ന, അതായത് പീലി ധൂപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞ വെയിൽ, ഉച്ച സമയത്തുള്ള മഞ്ഞ കളറുള്ള ശക്തമായ വെയിലിൽ അവർ അങ്ങനെ ചിരിച്ചുകൊണ്ട് അവർ ഗുൻഗുനാഹട്ട് അവർ മൂളിപ്പാട്ട് പാടിക്കൊണ്ടാണ് നെൽക്കതിരുകളൊക്കെ ഇങ്ങനെ പെറുക്കുന്നത്. ഓക്കെ, ഉൻകെ ബാലോമേ, അപ്പോൾ അവരുടെ മുടികളിൽ, ബാലോമേ ഹസ്തരത്തെ അവരുടെ മുടികളിൽ നിന്ന് ആ സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ബാൽ എന്ന് പറഞ്ഞാൽ മുടി. എന്താണ്? കനേർ കെ ഫൂൽ, കനേർ എന്ന് പറഞ്ഞാൽ അരളിപ്പൂക്കൾ, അവരുടെ തലയിലെ പൂക്കൾ അപ്പോഴങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഓർ ഏക്ക് ഗുലാബി രോഷ്നി, ആ സമയത്ത് ഒരു ഗുലാബി എന്ന് പറഞ്ഞാൽ, ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂവാണ്, പക്ഷെ ഗുലാബി എന്ന് പറഞ്ഞാൽ റോസാപ്പൂവിന്റെ കളറാണ്. അതെന്താണ്? ഗുലാബി രംഗ് എന്ന് പറഞ്ഞാൽ പിങ്കാണ്. ഗുലാബി അല്ലെ, അപ്പൊ എന്ന് പറഞ്ഞാൽ പിങ്ക് നിറത്തിലുള്ള റോഷ്നി പ്രകാശം, ഉൻകെ ചേഹരേസെ ഫുഡ്കർ, ആ സമയത്ത് അരളിപ്പൂവും കൂടി വെച്ച് ഉച്ച സമയത്ത് അവ മൂളിപ്പാട്ട് പാടി അങ്ങനെ നിൽക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന അരളിപ്പൂവിന്റെ ഇടയിലൂടെ മഞ്ഞവെയിൽ തട്ടി വരുന്ന സമയത്ത് ഒരു പിങ്ക് വർണ്ണമായിട്ട് അത് താഴോട്ടേക്ക് വരുന്നു. ഓക്കെ, ഫുഡ്കർ പുറപ്പെട്ടിട്ട് ഫയൽത്തിരെത്തിയതിർത്തിപ്പുർ അതങ്ങനെ ഭൂമിയിലേക്ക് വ്യാപിക്കുന്നു. മഞ്ഞ കളറായ ഉച്ച സമയത്ത് സൂര്യപ്രകാശം തലയിൽ തട്ടി അരളിപ്പൂക്കളിൽ തട്ടി അത് മുഖത്തിലൂടെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു പിങ്ക് വർണ്ണമുള്ള കളറായി ഇങ്ങനെ വ്യാപിക്കുന്നു. ജബ് ചുക്കനെ ലക്തേ ദിൻ കെ കന്തേ, എപ്പോൾ പകൽ അതിന്റെ ചുമൽ കുനിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എപ്പോൾ വൈകുന്നേരമാകാൻ തുടങ്ങുന്നുവോ, അവർ ഉനേ ലക്താ ഹേ കി ഇൻകി അവർക്ക് തോന്നുന്നു അവരുടെ ബാല്യോം സെ ഹോ ജായേഗ, അവർക്ക് ബാല്യോം സെ അവർ ഇപ്പോൾ വരെ ഉണ്ടാക്കിയിരിക്കുന്ന ബാല്യോം സെ, ബാലി എന്ന് പറഞ്ഞാൽ അവരുടെ നെൽക്കതിരുകളിൽ നിന്ന്, ഹോ ജായേഗ തയ്യാർ ഏക് ജൂൺ കെ ലിയെ ബഡ്കി ബർക്ക ബാത്ത്, അവരുടെ ഒരു നേരത്തെ ബാല്യോംസെ അപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ നെൽക്കതിരുകളിൽ നിന്ന് ഹോ ജായേഗ സാധ്യമാകുമോ, തയ്യാർ ഏക് ജൂൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ഒരു നേരത്തെ, ഏക് ജൂൺ ഒരു നേരത്തെ, ബഡ്കി ബർ ബാത്ത് പാത്രം നിറയെ, ബഡ്കി എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രം നിറയെ, ബാത്ത് എന്ന് പറഞ്ഞാൽ ചോറ്, വേ ലൗഡ് ജാത്തിഗർ അതായത് വൈകുന്നേരം വരെ പാടത്ത് ഇങ്ങനെ പെറുക്കി അവരുടെ ഈ
പാടത്ത് പെറുക്കിയെടുക്കുന്ന നെൽക്കതിരുകളൊക്കെ ചെറിയ പാത്രങ്ങളിലേക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇവ തികയില്ലല്ലോ എന്നവർ ചിന്തിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകുന്നു. വേ ചോഞ്ചോ മാർക്കർ ഉടനെ ജാനേ കെ ബാദ്, അവർ ചോഞ്ചോമാർ എന്ന കൊത്തിപ്പെറുക്കുക, പക്ഷികളെ പോലെ, അതായത് പക്ഷികളൊക്കെ നെൽക്കതിരുകൾ കൊത്തിപ്പെറുക്കി പോയതിനു ശേഷവും ബോത്ത് ദേർ തക്ക് ബരാരത്തെ, ഒരുപാട് നേരം വരെ നിലനിൽക്കാറുണ്ട്. പാനിമേ ജൽപങ്കി കാ സംഗീത്, ജലപങ്കി എന്ന് പറഞ്ഞാൽ ജലപക്ഷികളുടെ സംഗീതം. ഒരുപാട് നേരം നെൽക്കതിരിൽ കൊത്തിപ്പെറുക്കി പോയതിനു ശേഷം വെള്ളത്തിൽ ജലപക്ഷികളുടെ സംഗീതം നിലനിൽക്കുന്നത് പോലെ തന്നെ ഖാലി കേത്തോം, ഇത്രയും നേരം ഡ്രൈ ആയ ഉണങ്ങിക്കിടക്കുന്ന പാടത്ത് ചുറ്റിക്കറങ്ങിയ ആ സ്ത്രീകൾ പോയതിനു ശേഷവും ഖാലി കേത്തോമേ ബോത്ത് ദേർത്തക്ക് ബരാരത്തഹെ, ഒരുപാട് നേരം വരെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഉൻകാ ഹോന, അവരുടെ സാന്നിധ്യം, അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ സാന്നിധ്യം നിലനിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ജലപക്ഷികൾ പറന്നു പോയതിനു ശേഷം അവരുടെ സംഗീതം നിലനിൽക്കുന്ന പോലെ പാടത്ത് നെൽക്കതിരുകൾ പെറുക്കിപ്പോയതിനു ശേഷം അവരുടെ ആ സാന്നിധ്യം അവിടെ നിലനിൽക്കുന്നത് പോലെ കവിക്ക് അനുഭവപ്പെടുന്നു. ഓക്കെ, ഇതാണ് ഈ കവിതയിലൂടെ പറയുന്നത്. ജീവിതത്തിലെ ചുട്ടുപൊള്ളുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അതായത് ഒരുപാട് ആളുകൾ ധാന്യം വിതച്ച് വിളവെടുത്ത് പോകുന്നു. പക്ഷേ അതിനുശേഷം ആ കാലിയായ പാടത്ത് അവശേഷിക്കുന്ന നെൽമണികൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഇറങ്ങിപ്പുറപ്പെടുന്ന ജനത മറുഭാഗത്തും ഈ ലോകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതും, അവർ ഇങ്ങനെ അവശേഷിക്കുന്ന ഓരോ നെൽമണികളെയും ഒരുപാട് നേരം വൈകുന്നേരം വരെ പെറുക്കി നടന്നാൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ളത് കിട്ടുമോ എന്നും ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യ ജീവനങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് കവി വളരെ വേദനാപൂർവ്വം പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് ഈ കവിതയിലൂടെ നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ മക്കളെ, ഈ കവിതയിൽ നിന്ന് നമുക്ക് ഇനി ഇത് മനസ്സിലാക്കി. ഇനി ഈ കവിതയിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. കവിതാക്കി വിശ്ലേഷണാത്മക ടിപ്പണിയിലേക്ക് ഇത് നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കും. ഈ ചോദ്യമാണ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ കവിത ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ വിശ്ലേഷണാത്മക ടിപ്പണി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. വിശ്ലേഷണാത്മക ടിപ്പണി നോക്കൂ മക്കളെ. ഹിന്ദിക്ക് പ്രസിദ്ധ കവി, ഹിന്ദിയിലെ ഏറ്റവും ഫേമസ് ആയ കവി ശ്രീ ഏകാന്ത് ശ്രീവാസ്തവയുടെ കവിതയാണ് സിലാ ബിൻതി ലഡ്കിയാൻ, നെൽക്കതിർ പെറുക്കുന്ന പെൺകുട്ടികൾ എന്നുള്ളത്. ഈ കവിതയിൽ കവി ഒരു നിമിഷം കഴിക്കാൻ വേണ്ടി കഠിൻ മെഹനത്ത് കർണേവാലി, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി പകലന്തിയോളം പണിയെടുക്കുന്ന യുവതികളെ കുറിച്ചാണ് പത്തായാഹെ പറഞ്ഞിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തുകൂടെ നെൽമണികൾ പെറുക്കി നടന്നാൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ തെളിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുടെ കഥയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ എത്രമാത്രം വലിയ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ജനങ്ങളവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധാൻകി കട്ടായിക്ക് ബാദ്, ധാന്യം വിളവെടുത്തതിന് ശേഷം യുവതികൾ ഖേത്തോമേ ആത്തിഹെ, പാടങ്ങളിലേക്ക് അവർ വരുന്നു. വേ സിലാബിനെ കിലിയെ ആത്തിഹെ, അവർ നെൽക്കതിർ പെറുക്കാൻ വേണ്ടിയാണ് വരുന്നത്. രംഗ് ഓർ ഖുഷ്ബൂസെ, രംഗ് എന്ന് പറഞ്ഞാൽ വർണ്ണം അഥവാ കളർ കൊണ്ടും, ഓർ ഖുഷ്ബൂസെ അതിന് ഓരോ നെൽമണികൾക്കും ഓരോ ഷേപ്പ് ഉണ്ടാവും, ഓരോ കളർ ഉണ്ടാവും, ഓരോ സുഗന്ധം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പരമ്പരാഗതമായി ഇങ്ങനെ നെൽപ്പണി പെറുക്കുന്നത് ആയതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ രംഗ് ഓർ ഖുഷ്ബൂസെ, രംഗ് കളർ കൊണ്ടും ഓർ ഖുഷ്ബൂസെ സുഗന്ധം കൊണ്ടും വേ ദാനോങ്കോ, അവർ ധാന്യങ്ങളെ പഹച്ചാനിലെത്തി തിരിച്ചറിയുന്നു. വേ അപ്പനെ, അവർ തങ്ങളുടെ അനുഭവത്തിന്റെ ജരിയെ ഭാഗമായി ഈ കർത്തി കഴിച്ചിരിക്കുന്നു എന്ന പരമ്പരാഗതമായി അനുഭവത്തിന്റെ മുകളിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് ഏത് തരം നെല്ലിനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദോപഹർ ബർ വേ ധൂപ് മേ സിലാബിൻതിയെ, ദോപഹർ ബർ മേം എന്ന് പറഞ്ഞാൽ ദോപഹർ എന്ന് പറഞ്ഞാൽ 2 യാമത്തിന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആകുന്നവരെ ധൂപ് മേ സിലാബിൻതിയെ, അവർ പാടത്ത് ഇങ്ങനെ നെൽക്കതിരുകൾ പെറുക്കുന്നു. വേ ഗുൻഗുനാത്തിലെത്തിയെ, അവർ പാടുന്ന അങ്ങനെ ഓരോ നെൽമണികളും പെറുക്കി പോകുമ്പോൾ അവർ മൂളിപ്പാട്ട് പാടുന്നു. ഗുൻഗുനാന എന്ന് പറഞ്ഞാൽ മൂളിപ്പാട്ടുകൾ പാടുന്നു. ഹോർ ഹാസിലെത്തിയെ, സന്തോഷത്തോടെയാണ് ഓരോ നെൽമണിയെ കിട്ടുന്ന സമയത്തും അവർ എന്ത് ചെയ്യുന്നത്, വളരെ സന്തോഷത്തോടെയാണ് പെറുക്കിയെടുക്കുന്നത്. ദിൻ ബർ ഖേത്തോമേം, പകൽ മുഴുവൻ പാടങ്ങളിൽ, പകൽ മുഴുവൻ ഖേത്തോമേ പാടങ്ങളിൽ, ഘൂമനെ പർ ചുറ്റിക്കറങ്ങിയിട്ടും, ഉനേം കേവൽ അവർക്ക് കേവലം ഏക് വക്തക്ക് ഒരു നിമിഷ നേരത്തേക്കുള്ള, അതായത് ഒരു നേരത്തേക്കുള്ള ഹി ദാൻ ലേക്കർ ജാത്തി, ഒരു നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് നേരം പാടത്തോടെ ചുറ്റിക്കറങ്ങി കഴിഞ്ഞാലും അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് പോലും തികച്ചും കിട്ടുന്നില്ല. വേ ആജീവിക കെലിയെ, നിത്യവൃത്തിക്കുള്ളതിന് വേണ്ടി മെഹനത്ത് കർത്തിയെ, ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഓരോ ദിവസവും നിത്യവൃത്തിക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അന്നത്തെ ഒരു രാത്രിയത്തെ അല്ലെങ്കിൽ അത്താഴം കഴിക്കാനുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ. പിറ്റേ ദിവസവും അങ്ങനെ
വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് മാത്രം കിട്ടുകയും അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോവുകയും ജീവിതത്തിൽ മിച്ചം വെക്കാൻ ഒന്നുമില്ലാതായി പോകുന്ന കുറേ ജീവിതങ്ങളെയാണ് ഇവിടെ കവി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. हमारे देश के गाँवों में, കാരണം നമ്മുടെ മഹാരാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ അബുബി ദേഖ് പാത്തേ, നമ്മൾ ഇന്ത്യയിൽ ഒന്ന് ചുറ്റിക്കറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കണ്ണ് നനഞ്ഞു പോകുന്ന നൂറുകണക്കിന് സംഭവങ്ങൾ നമുക്ക് ഇന്നും കാണാൻ പറ്റും. കവിത പൂർണ്ണമായും പ്രാസംഗികം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായതാണ്. അതിനാണ് പ്രാസംഗികം എന്ന് പറഞ്ഞാൽ ആനുകാലിക പ്രസക്തമായതാണ്. മനുഷ്യ ജീവൻ കെ, ഇവിടെ മനുഷ്യ ജീവിതത്തിന്റെ തീക്കാപ്പൻ ക യാഥാർത്ഥ്യത്തെ, അഥവാ പൊള്ളുന്ന സത്യത്തെ സജീവമായൊരു വർണ്ണന ഹം ദേഖ് സക്തേ, നമുക്ക് ഈ കവിതയിലൂടെ കാണാൻ പറ്റും. ഭാഷ എക്ദം സരൾ ഹെ, ഇതിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാട്ടെ എക്ദം സരൾ ഹെ. എക്ദം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും, എക്ദം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും, സരൾ ഹെ ലളിതമായ വാക്കുകൾ കൊണ്ട് മനുഷ്യന്റെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ നെൽമണിയിലെ പെറുക്കുന്ന കഥയിലൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് നെൽമണി പെറുക്കി കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് മാത്രം കിട്ടുകയും അങ്ങനെ തങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു നേരത്തെ ആഹാരത്തിലേക്ക് വേണ്ടി അധ്വാനിച്ച് തീർന്നു പോവുകയും മിച്ചം വെക്കാനൊന്നും ഇല്ലാതായി പോവുകയും പിറ്റേ ദിവസം ഇങ്ങനെ ആവർത്തിച്ച് ജീവിതാവസാനം വരെ ഇങ്ങനെ മാത്രം ജീവിച്ചു പോകുന്ന പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നതാണ് ഈ മനോഹരമായ കവിത. അപ്പോൾ ഈ കവിത നിങ്ങൾ ഈ ആസ്വാദന ടിപ്പണി ഗംഭീരമായി പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് പരീക്ഷയിൽ ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഇത്രയും നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മറ്റേത് ക്വസ്റ്റ്യൻ ആൻസറുകളും കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.